قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. قد كان لكم آية في فئتين التقطا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. صدق الله العظيم. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസം എന്നത് നിഷ്ക്രിയത്വത്തിൻ്റെതല്ല എന്ന് മുഅ്മിനീങ്ങൾക്ക് നന്നായി അറിയാം. ഇത് കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും മാസമാണ്. മനുഷ്യ ചരിത്രത്തിൽ തന്നെ മഹാവിസ്മയമായിട്ടുള്ള ബദർ നടന്നിട്ടുള്ള മാസമാണ്. എന്തുകൊണ്ടാണ് ബദർ യുദ്ധം മനുഷ്യ ചരിത്രത്തിലെ തന്നെ മഹാവിസ്മയമായത് എന്ന് ചോദിച്ചാൽ, ദീർഘകാലം നിലനിന്ന ഒരു യുദ്ധമായിരുന്നു എന്നതുകൊണ്ടല്ല. ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടുമല്ല. പതിനായിരക്കണക്കിന് പേർ പരിക്ക് പറ്റിയവരായുണ്ടായിരുന്നു എന്നതുകൊണ്ടുമല്ല. ഒരൊറ്റ ദിവസത്തിലെ ഏതാനും കുറഞ്ഞ സമയം മാത്രം നിലനിന്ന ഒരു ഏറ്റുമുട്ടലാണ് യഥാർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത്. പക്ഷെ പരിശുദ്ധ ഖുർആൻ തന്നെ ആ സംഭവത്തെ ചിന്തിക്കുന്നവർക്കുള്ള വലിയ തെളിവായിക്കൊണ്ടാണ്, അടയാളമായിക്കൊണ്ടാണ്, സിഗ്നലായിക്കൊണ്ടാണ് എടുത്തു കാണിക്കുന്നത്. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈൻ ഇൽതഖത, പരസ്പരം ഏറ്റുമുട്ടിയ ആ രണ്ട് സംഘത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ആയത്തുണ്ട്, അടയാളമുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അതിലൊരു സംഘം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലായിരുന്നു. വഉഖ്റാ കാഫിറത്തുൻ, എന്നാൽ മറുഭാഗം നിഷേധികൾ ആയിരുന്നു. യറൗനഹും മിത്ലൈഹിം റഅയൽ ഐൻ, സത്യനിഷേധികളുടെ ദൃഷ്ടിയിൽ വിശ്വാസികൾ തങ്ങളുടെ ഇരട്ടി ഉള്ളതായിട്ടാണ് തോന്നിയത്. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ, അല്ലാഹു അവൻ ഇച്ഛിക്കുന്നവരെ കരുത്തുള്ളവരാക്കുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, നല്ല ഉൾക്കാഴ്ച ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ പാഠമാണ്, ആയത്താണ്. അപ്പോൾ വിജയപരാജയങ്ങൾക്കുള്ള ഭൗതികമായ ന്യായങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട് എന്ന വലിയ ഒരു സന്ദേശമാണ് ഈ സംഭവത്തെ വിസ്മയകരമായ കാര്യമാക്കി മാറ്റുന്നത്. ഒരു ഭാഗത്ത് സത്യനിഷേധികൾ സർവായുധ സജ്ജരായി വന്നു നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ പണമുണ്ട്, ആൾബലമുണ്ട്, ആയുധമുണ്ട്. മറുപക്ഷത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അൻസ്വാറുകളും മുഹാജിറുകളുമാണ്. അവരുടെ കയ്യിൽ പണമില്ല. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഇട്ടെറിഞ്ഞ് ഒഴിവാക്കി മദീനയിലേക്ക് ഹിജറ പോയവർ. 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ അവർ പുതിയ പ്രദേശത്ത് ജീവിതം ആരംഭിച്ചിട്ടുണ്ട്.
അൻസ്വാരികൾ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ അധ്യാപനങ്ങൾ കേട്ടുപഠിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ആയുധങ്ങൾ നന്നേ കുറവ്, ആൾബലവും കുറവ്. പക്ഷെ എന്നിട്ടും ഈ കുറഞ്ഞ സംഘം വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തി. അങ്ങനെ പരാജയപ്പെടുത്താനുണ്ടായ കാരണം അള്ളാഹുവിന്റെ ഇടപെടലായിരുന്നു. അള്ളാഹു തആല പ്രത്യേകമായി സഹായിക്കാൻ ഉള്ള ന്യായം ബദരീങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ബദർ യുദ്ധം എന്ന് പറയുന്നത് അവിശ്വാസികൾക്കെതിരിലോ മറ്റു മതക്കാർക്കെതിരിലോ നടത്തിയ ഒരു യുദ്ധമേ ആയിരുന്നില്ല. മറ്റു മതക്കാർക്കെതിരെ യുദ്ധം ചെയ്യുക എന്നായിരുന്നെങ്കിൽ മദീനയിൽ നിന്ന് ബദർ എന്ന സ്ഥലത്തേക്ക് പോകേണ്ടിയിരുന്നില്ല. മക്കയുടെയും മദീനയുടെയും ഇടക്കുള്ള സ്ഥലമാണ് ബദർ. അതൊരു സ്ഥലത്തിന്റെ പേരാണ്. മദീനയിൽ തന്നെ യഹൂദികൾ, ജൂതന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു, ബഹുദൈവ വിശ്വാസികളുണ്ടായിരുന്നു, അവരുടെയൊക്കെ ആരാധനാലയങ്ങളുണ്ടായിരുന്നു, അവരുടെയൊക്കെ പേഴ്സണൽ ലോ അനുസരിച്ചുള്ള കോടതികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ മതസമൂഹങ്ങളായി ജീവിച്ചുകൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ തന്നെയാണ് ബദറിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റു മതവിശ്വാസികൾക്കെതിരിലുള്ള ഒരു മതപരമായിട്ടുള്ള സമരമോ യുദ്ധമോ ആയിരുന്നില്ല ബദർ എന്ന് പറയുന്നത്. അതേ സമയത്ത് ഇഷ്ടപ്പെട്ട ആദർശത്തെ, ആശയത്തെ വിശ്വസിക്കാനും അത് സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തെ ഒരു വിഭാഗം നിഷേധിച്ചപ്പോൾ, സ്വതന്ത്രമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ പുറമേ നിന്നുള്ള ആളുകൾ കടന്നാക്രമിച്ചപ്പോൾ ആ അന്യായത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടമായിരുന്നു അന്നവിടെ നടന്നത്. അതിനെക്കുറിച്ച് യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, ഈ ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ 1ാമത്തെ ദിവസമല്ല. അതിനു മുമ്പ് വലിയ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും നാൾ വഴികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മക്കയിൽ 13 വർഷക്കാലം അങ്ങേയറ്റത്തെ ക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിച്ചുകൊണ്ട് വിശ്വാസി സമൂഹം മുന്നോട്ട് പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പലായനം ചെയ്ത് ഒരു രാജ്യത്തെ വ്യവസ്ഥാപിതമായി സ്ഥാപിച്ചെടുത്ത് അവിടെയുള്ള എല്ലാ മനുഷ്യരെയും മതവ്യത്യാസമില്ലാതെ സംരക്ഷിച്ച് ആ ഘട്ടത്തിലാണ് പുറമേ നിന്ന് വന്ന ഒരു കൂട്ടരോട് സായുധമായിട്ടുള്ള ഈ ചെറുത്തുനിൽപ്പ് നടത്തുന്നത്. ബദരീങ്ങളുടെ യോഗ്യതയിൽ ഏറ്റവും പ്രധാനം അവരുടെ ആദർശമായിരുന്നു. മൂസ അലൈഹിസ്സലാമിന്റെ അനുയായികളെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ സമൂഹം അവരൊരു കേവല സമൂഹമായിരുന്നു. എല്ലാ തകരാറുകളും പാളിച്ചകളും വ്യതിചലനങ്ങളും ഉള്ളതോടൊപ്പം ഞങ്ങൾ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്ന ഒരു കേവല സമൂഹം. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുണ്ടായിരുന്ന ആളുകൾ ആദർശ സമൂഹമായിരുന്നു. അവരുടെ ആദർശം കേവലം അവകാശവാദമല്ല, അവരുടെ ജീവിതം കൊണ്ട് അത് തെളിയിച്ചു. മൂസ അലൈഹിസ്സലാമിനോട് അനുയായികൾ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങളിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ ദൂതരെ, അങ്ങ് ഞങ്ങളെ കടലിലേക്ക് നയിച്ചാലും സംശയലേശമില്ലാതെ അങ്ങയെ ഞങ്ങൾ പിന്തുടരും, അനുസരിക്കും, കൂടെ വരും എന്നാണ്. അതോടൊപ്പം ബദരീങ്ങൾ ധാർമ്മികമായ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ആളുകളായിരുന്നു. അതോടൊപ്പം ബദരീങ്ങൾ തങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടി സകലതും സമർപ്പിക്കുന്നവരായിരുന്നു. ഇങ്ങനെയുള്ള വിശ്വാസി സമൂഹം അവരുടെ ക്വാളിറ്റികൾ പ്രദർശിപ്പിച്ചപ്പോഴാണ്, ജീവിതം കൊണ്ട് തെളിയിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സഹായം ഉണ്ടായത്. നമുക്ക് അദൃശ്യരായിരിക്കുന്ന വൻ സൈന്യം മലക്കുകൾ ഇറങ്ങിയത്, ആ മലക്കുകളുടെ ഇറക്കവും സഹായവും ബദറിൽ അസ്തമിച്ചു പോയിട്ടില്ല. ആരൊക്കെയാണോ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്, പിന്നെ അതിൽ അടിയുറച്ച് നിലകൊള്ളുന്നത്, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു
അങ്ങനെയുള്ളവരുടെ അടുത്ത് സഹായത്തിന് മലക്കുകൾ ഇറങ്ങും. ഏത് കാലവും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ബദരീങ്ങളെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ക്വാളിറ്റി സ്വീകരിച്ചുകൊണ്ട് ആദർശ സമൂഹമായി മാറാനുള്ള പരിശ്രമമാണ് നാം നടത്തേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.